കാറ്റത്തെ കിളിക്കൂടിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാവിലെ നികേഷ് എഴുന്നേറ്റ് വരുമ്പോഴേക്കും മുറ്റത്ത് നിൽക്കുകയായിരുന്ന സുധീഷും അവനോട് പനി കുറവില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു 90% റെഡി ആയിട്ടുണ്ട്, എല്ലാം ഏട്ടത്തിയുടെ കെയർ കൊണ്ടാ. കൂടെ ഇരുന്ന് നല്ല പോലെ തന്നെ നോക്കി. ഇതുവരെ ഇത്രയും ശ്രദ്ധയോടെ നമ്മളെ ആരും നോക്കിയിട്ടില്ല. ഏട്ടത്തിക്ക് എന്നെ നല്ല ഇഷ്ടമാണ്. എന്റെ കാര്യത്തിൽ എന്തൊരു ശ്രദ്ധയാണെന്ന് അറിയാമോ എന്ന് നികേഷ് ചോദിക്കുന്നത് കേൾക്കെ പരിഭവത്തോടെ, നിനക്കവൾ ഏട്ടത്തിയമ്മ, സുഭാഷ് ഏട്ടൻ അവൾ അനിയത്തി, അവൾക്കും നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാ. പക്ഷെ എന്നെ മാത്രം കണ്ണെടുത്താൽ കണ്ടുകൂടാ. എന്നാലും ഒരു ചെറിയ പുരോഗതി ഉണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ ലേറ്റായി വന്നപ്പോഴും അവൾ എനിക്കായി ഉറങ്ങാതെ വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്നവൻ പറയുമ്പോഴേക്കും ഒരു ബക്കറ്റുമായി നിധിയും പുറത്തേക്ക് ഇറങ്ങി വരികയാ. നികേഷിനെ കാണേ, നികേഷേ ഇപ്പൊ എങ്ങനെയുണ്ട്, പനി കുറവില്ലേ എന്ന് ചോദിക്കുക. കുഴപ്പമില്ല എടുത്തി, ഒരു 80% ശരിയായിട്ടുണ്ടെന്ന് നികേഷും. അത് കേൾക്കെ സുധീഷും എന്നോട് 90% എന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കേ, അങ്ങനെയാണോ പറഞ്ഞത്? എന്നാ പിന്നെ 90% റെഡി ആയെന്ന് നികേഷും. പനിയെല്ലാം പെട്ടെന്ന് മാറിയത് ഏട്ടത്തിയുടെ ശ്രദ്ധ കൊണ്ടാ എന്നവൻ സന്തോഷത്തോടെ പറയേ. നീ നല്ലപോലെ ഉറങ്ങിയില്ലേന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. നല്ലതുപോലെ ഉറങ്ങിയെന്ന് നികേഷ് പറയേ. പനി മാറിയെന്ന് വിചാരിച്ച് പുറത്തേക്ക് കറങ്ങാനൊന്നും പോവാൻ നിൽക്കണ്ട, നല്ലപോലെ റെസ്റ്റ് എടുക്ക്, വെള്ളം നിറയെ കുടിക്കണം എന്നൊക്കെ നികേഷിനെ ഉപദേശിച്ച് അവളും അലക്കിയ വസ്ത്രങ്ങളെല്ലാം അഴയിലിടാൻ തുടങ്ങുകയാ. നിധി അവിടെ അഴയിൽ തുണി ഉരിച്ചിടുമ്പോഴേക്കും സുധീഷും അവളുടെ അരികിലേക്ക് വന്ന്, നിധി നീ ഗ്രേറ്റ് ആണെന്ന് പറയുന്നുണ്ട്, എന്ത് പറ്റിയെന്ന് നിധി ചോദിക്കേ. നിധിക്ക് എല്ലാവരോടും വലിയ സ്നേഹമാണല്ലോ. നിധിയുടെ വീട്ടിലുള്ളവർക്കാണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലതാനും. നീ മാത്രം എങ്ങനെയാ ഇത്ര നല്ലവളായത് എന്നവൻ ചോദിക്കുന്നതുകൾക്ക് ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം? നികേഷിന്റെ പനി കുറവുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണോ എന്ന് ചോദിക്കുക. അതുമാത്രമല്ല, ഇന്നലെ ഞാൻ വരാൻ വൈകിയപ്പോ എപ്പോ വരുമെന്ന് എന്നെ വിളിച്ച് ചോദിച്ചില്ലേ? ഞാൻ വരുന്നത് വരെ ഉറങ്ങാതെ എനിക്ക് വേണ്ടി കാത്തിരുന്നില്ലേ? വീട്ടിലെല്ലാവരും ഉറങ്ങിയപ്പോഴും നിധി മാത്രം ഉറങ്ങാതെ എനിക്ക് വേണ്ടി കാത്തിരുന്നില്ലേ? നിധിക്ക് എന്റെ കാര്യത്തിൽ എന്തൊരു കെയറിങ്ങാ. സത്യമായിട്ടും പറയുക, പൂർവ്വജന്മത്തിൽ ഞാൻ എന്തോ പുണ്യം ചെയ്തിട്ടുണ്ട്. അതാണ് നിധി ഈ വീട്ടിൽ വരാൻ കാരണം തന്നെ. ആരും ഇതുവരെ എനിക്ക് വേണ്ടി ഉറങ്ങാതെ കാത്തിരുന്നിട്ടില്ല. ഞാൻ വരാൻ ലേറ്റായ സുഭാഷേട്ടൻ എന്നെ വിളിച്ച് എവിടെയാണെന്ന് ചോദിക്കും. നികേഷും ഹരീഷും അതൊന്നും കാര്യമാക്കാതെ കിടന്നുറങ്ങുകയും ചെയ്യും എന്നവൻ പറയുമ്പോഴേക്കും ഹരീഷും അങ്ങോട്ടെത്തുകയാ. പക്ഷേ നിധി ഞാൻ വരുന്നതുവരെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. വേറൊരാളും ഇതുവരെ എനിക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരുന്നിട്ടില്ലെന്ന് പറഞ്ഞ് സുധീഷ് സങ്കടത്തോടെ കരച്ചിലഭിനയിക്കുമ്പോഴേക്കും എന്തൊരു നാടകമാ നോക്കിക്കേന്ന് ഹരീഷും നികേഷിനോടായി പറയുന്നുണ്ട്. സത്യമാ പറയുന്നത്, സുധീഷ് ഏട്ടൻ ഇതിരി ഓവറായി അഭിനയിക്കുന്നുണ്ടെന്ന് നികേഷും. എല്ലാം കേട്ടു നിൽക്കുകയായിരുന്ന നിധിയും, അങ്ങനെയൊന്നുമില്ല സുധീഷേ, 2 ദിവസം കൂടി കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എനിക്ക് നല്ല ടെൻഷനായിരുന്നു. കഴിഞ്ഞ ദിവസമല്ലേ നമ്മൾ തക്കലയിൽ പോയി എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ട് വന്നത്. അന്ന് രാത്രി തന്നെയല്ലേ നിങ്ങൾ വരാനും ലേറ്റ് ആയത്. ഇനി ഒരു പക്ഷേ അച്ഛനും മരണേട്ടനും എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ എന്ന് ഞാൻ സംശയിച്ചു. അതോർത്തപ്പോ എനിക്ക് പേടിയായി. വേറൊന്നും ഉണ്ടായിട്ടല്ലെന്ന് നിധിയും. അതുകൾക്ക് സുധീഷും ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും നിധിയും അകത്തേക്ക് കയറി പോവുകയാ. എന്താടാ ഹരീഷ് അവള് പറഞ്ഞിട്ട് പോയതെന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും സുധീഷിനോട് അത്തരത്തിലൊരടുപ്പവും ഇല്ലെന്നും അച്ഛനും ചേട്ടനും എന്തെങ്കിലും ചെയ്തോ എന്നുള്ളൊരു ഭയമായിരുന്നുവെന്നും ഹരീഷ് പറയുമ്പോഴേക്കും, അല്ലാതെ സുധീഷ് ഏട്ടൻ എങ്ങനെ പോയാലും ഏട്ടത്തിക്ക് എന്താ എന്നാ പറഞ്ഞേന്ന് നികേഷും. സുധീഷ് ഏട്ടൻ എന്തിനാ ഏട്ടത്തിയമ്മയുടെ അടുത്ത് നാടകം കളിക്കാൻ പോയത്? ഏട്ടത്തി വെയിറ്റ് ചെയ്ത കാര്യം സുധീഷ് ഏട്ടൻ അറിയാം. സുധീഷ് ഏട്ടന് വേണ്ടി തന്നെയാണ് വെയിറ്റ് ചെയ്തതെന്ന കാര്യവും അറിയാം. ഇപ്പൊ അതേപ്പറ്റി പറഞ്ഞ് ഏട്ടത്തിക്ക് ഇനി സുധീഷ് ഏട്ടനോട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതുകൂടി ഇല്ലാതാക്കി എന്നവൻ പറയുമ്പോഴേക്കും സുധീഷും ദേഷ്യത്തോടെ, നീയല്ലേ രാത്രി പറഞ്ഞത് അവൾക്ക് എന്നോട് പ്രണയമാണെന്നും അവൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുവെന്നും. ഇപ്പോൾ അവള് പറഞ്ഞിട്ട് പോയതിന് എന്താടാ അർത്ഥം എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും, ഇങ്ങനെ മന്ദബുദ്ധിയെ പോലെ പറയാതെ ഏടത്തി ക്ലിയർ ആയിട്ടല്ലേ എല്ലാം പറഞ്ഞിട്ട് പോയതെന്ന് നികേഷും. അതുകൾക്ക് സുധീഷും ദേഷ്യത്തോടെ അവർ രണ്ടുപേരെയും അവിടുന്ന് ഓടിക്കുകയാ. പിന്നീട് സുധീഷും നിധിയും കാറിൽ ഒരു കമ്പനിയിൽ ഇന്റർവ്യൂവിന് പോയിക്കൊണ്ടിരിക്കുക. സുധീഷ് ഒന്നും മിണ്ടാതിരുന്ന് വണ്ടി ഓടിക്കുന്നത് കാണേ, ഇയാളെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? നേരത്തെ അമ്പലത്തിൽ പോയപ്പോഴും വല്ലാതൊന്നും സംസാരിച്ചില്ലല്ലോ എന്നൊക്കെ മനസ്സിലോർത്ത് എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേന്ന് നിധി അവനോടായി ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലെന്ന് സുധീഷ് പറഞ്ഞൊഴിയുന്നുണ്ടെങ്കിലും നിർത്താതെ സംസാരിക്കുന്നതാണല്ലോ. ഇപ്പൊ എന്താ ഒന്നും സംസാരിക്കാനില്ലേ എന്ന് നിധിയും. ഒന്നുമില്ല, അത് വിട്ടേക്കെന്ന് സുധീഷും. എന്തുപറ്റി, എന്നോട് ദേഷ്യമാണോ എന്ന് നിധി ചോദിക്കേ. ഇയാളുടെ മേൽ ദേഷ്യം പിടിക്കാൻ ഞാൻ ആരാ എന്ന് സുധീഷ് പറയേ. ഹലോ, ഡ്രാമയൊന്നും കളിക്കാതെ എന്ന് നിധിയും. ഞാനോ ഡ്രാമയോ? അങ്ങനെയൊന്നുമില്ലെന്ന് സുധീഷും. എന്തെങ്കിലും മനസ്സിൽ വെച്ചിട്ടാണെങ്കിൽ അത് തുറന്നു പറ, നമുക്കത് സംസാരിച്ചു തീർക്കാലോ എന്ന് നിധിയും. പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും ഇയാൾ തീർത്തു തരുമെന്ന് നിധി ചോദിക്കുമ്പോഴേക്കും ഇറിറ്റേറ്റ് ചെയ്യാതെ എന്ന് നിധിയും. ഇയാൾക്ക് ഇറിറ്റേറ്റ് ആവുമെന്ന് കരുതിയാ ഞാൻ മിണ്ടാതിരുന്നത് എന്ന് സുധീഷും പറയേ. ഇയാൾ ഒന്നും സംസാരിക്കണ്ട എന്ന് ദേഷ്യത്തോടെ നിധിയും. അങ്ങനെ അവർ രണ്ടുപേരും ഒന്നും മിണ്ടാതെ വീണ്ടും യാത്ര ചെയ്തു പോകെ നിധിയും മിണ്ടാതിരിക്കുന്ന സുധീഷിനെ നോക്കിക്കൊണ്ട്, സുധീഷേ പ്ലീസ്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് തുറന്നു പറ. രണ്ടുപേർ മാത്രമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ ആവുന്നുണ്ട് എന്നവൾ പറയേ. നിധിക്കെന്റെ കാര്യത്തിൽ ഒരു കരുതലുമില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനെ ഇയാളോട് സംസാരിക്കണമെന്ന് സുധീഷും. എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് നിധി ചോദിക്കേ.
അതെ നിധി, എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ പോലും ഇയാളുടെയോ അച്ഛന്റെയോ ഏട്ടന്റെയോ മേൽ ഒരു പഴിയും ഉണ്ടാവരുത്. അതല്ലേ ഇയാളുടെ ടെൻഷൻ. എനിക്ക് എന്ത് പറ്റിയാലും ഇയാൾക്ക് ഒരു ടെൻഷനുമില്ല. ഇന്നലെ രാത്രി എനിക്ക് വേണ്ടി ഉറങ്ങാതെ വെയിറ്റ് ചെയ്തു. ഞാൻ രാത്രി മുഴുവൻ ഉറക്കം വിളിച്ച് കാറോടിച്ചു വരുന്നതിന്റെ ഒരു കരുതലാണെന്നാ വിചാരിച്ചത്. എന്നാ നിധിയോ അച്ഛനോ ഏട്ടനോ ഒരു പഴിയും കേൾക്കരുതെന്നും അവർ നന്നായിരിക്കണമെന്നും ആഗ്രഹിച്ചല്ലേ നിധി ഉറങ്ങാതെ വെയിറ്റ് ചെയ്തത്. ഞാൻ എങ്ങനെയായാലും ഇയാൾക്കെന്താ, അത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ സുധീഷ് ടെൻഷനോടെ പറയുന്നത് കേൾക്കെ നിധിക്കും ആകെ ടെൻഷൻ ആവുകയാണ്. അവളെ ശ്രദ്ധിക്കുന്ന സുധീഷും ആഹാ, നിധിക്ക് ഫീലായി വരുന്നുണ്ട്. ഇപ്പൊ അവൾ എന്നോട് സോറി പറയും, നോക്കാം എന്ന് പറഞ്ഞ് കാറോടിക്കെ നിധിയും ഒന്നും മിണ്ടാതെ തന്നെ ഇരിക്കുക. ഇവള് സോറിയൊന്നും പറയാതെ മിണ്ടാതിരിക്കുകയാണല്ലോ. എന്താ ഇവളുടെ റിയാക്ഷൻ എന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഇവളല്ലേ ഇപ്പൊ എന്നോട് മിണ്ടാതിരിക്കുന്നത് എന്താന്ന് ചോദിച്ചേ. ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഇവള് മിണ്ടാതിരിക്കുന്നു എന്നൊക്കെ അവൻ ചിന്തിച്ചിരിക്കുമ്പോഴേക്കും നിധിയും പറയുന്നുണ്ട്, അച്ഛന്റെയും ചേട്ടന്റെയും മേൽ പഴി വരരുതെന്ന് കരുതി തന്നെയാ അങ്ങനെ പറഞ്ഞത്. അവർ നിങ്ങളെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു പേടിയും എനിക്കുണ്ടായി. ഇങ്ങനെയൊന്നും നടക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. എന്റെ വീട്ടിലുള്ളവരെല്ലാം ഇത്രയും വലിയ ക്രിമിനലുകളാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. വീട്ടിലെത്തിയിട്ടും ഉള്ളിൽ നിറയെ പേടിയായിരുന്നു. സുധീഷ് വരാൻ ലൈറ്റായപ്പോ അച്ഛനും ചേട്ടനും കൂടി വീണ്ടും എന്തെങ്കിലും ഒപ്പിച്ച് സുധീഷിനെ എന്തെങ്കിലും ചെയ്തു കാണുമോ എന്നൊരു പേടിയായിരുന്നു എന്നവൾ ടെൻഷനോടെ പറയേ. അപ്പോ അവർ എന്നെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലോ, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയിലുമായിരുന്നു ഉറങ്ങാതിരുന്നത് അല്ലേ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അതെ, എനിക്ക് വേണ്ടി സുധീഷ് എന്തുമാത്രം കഷ്ടപ്പെട്ടത്. ഇനി ഇതിനു മുകളിൽ സുധീഷിന് വേറൊരു പ്രശ്നങ്ങളും ഉണ്ടാവരുതെന്ന പേടിയായിരുന്നു എനിക്ക് എന്നവൾ ടെൻഷനോടെ പറയുമ്പോഴേക്കും ഫീൽ ആവാതെ അത് വിട്ടേക്കെന്ന് സുധീഷ്. എനിക്കെപ്പോഴും എന്റെ വീട്ടിലുള്ളവരുടെ കാര്യമോർത്ത പേടിയാവുക. ഇയാൾ എങ്ങോട്ട് പോവുകയാണെങ്കിലും ഒരു ശ്രദ്ധ വേണമെന്ന് നിധിയും പറയേ. അതല്ല, ഞാൻ ശ്രദ്ധിച്ചോളാം. അവരങ്ങനെ ഒരു കെണിയൊരുക്കുമെന്ന് ഞാനും ചിന്തിച്ചില്ല. ഇനി മുതൽ ശ്രദ്ധിച്ചോളാമെന്ന് സുധീഷ് പറയേ. തക്കലിയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ അച്ഛന്റെ പെരുമാറ്റത്തിൽ നിങ്ങൾക്ക് സംശയം തോന്നിയിരുന്നില്ലേ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അതെ, എന്നെ ഭീഷണിപ്പെടുത്തിയ വിളിച്ചുകൊണ്ട് പോയതെന്ന് സുധീഷ് പറയേ. പിന്നെന്താ സുധീഷ് ധൈര്യത്തോടു കൂടി എന്റെ കൂടെ വന്നതെന്ന് നിധിയും ചോദിക്കുക. ഇയാൾക്ക് ഇയാളുടെ അച്ഛന്റെ അമ്മയുടെയും കൂടെ പഴയ പോലെ സ്നേഹത്തോടെ കഴിയാൻ ഒരു അവസരം കിട്ടിയിരിക്കുകയല്ലേ, അത് മിസ് ചെയ്യേണ്ടെന്ന് ഞാനും വിചാരിച്ചു എന്നവൻ പറയുന്നത് കേൾക്കെ അച്ഛൻ സുധീഷിനെ ഭീഷണിപ്പെടുത്തിയ കാര്യമെല്ലാം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കങ്ങോട്ട് പോവാതിരിക്കാമായിരുന്നു എന്ന് നിധിയും പറയുന്നു. ഇയാൾ ഇപ്പോ ഇതൊക്കെ പറയും, പക്ഷേ ഞാൻ അന്ന് പറഞ്ഞിരുന്നേൽ ഇയാൾ അത് സമ്മതിച്ചു തരുമായിരുന്നോ? നീയൊരു കള്ളനും നുണയനുമാ. എന്റെ അച്ഛനെ പറ്റി ഇല്ലാത്തത് പറഞ്ഞെന്ന് പറഞ്ഞ് എന്നോട് വഴക്കിടാൻ വരുമായിരുന്നില്ലേ? സത്യമല്ലെന്ന് സുധീഷ് ചോദിക്കെ അതെ എന്ന് നിധിയും സമ്മതിക്കുക. എന്താണ്, നിധിക്ക് എന്നെ വിശ്വാസമുണ്ടാവില്ല. അതുകൊണ്ടാണ് നടക്കുന്നത് നടക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനും മിണ്ടാതിരുന്നത് എന്നവൻ പറയേ. ഓക്കെ ഓക്കെ എന്ന് നിധിയും സമ്മതിക്കുകയാണ്. എന്റെ മകൻ നിർത്താതെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും സഹിക്കാനാവാതെ നിധിയും പ്ലീസ് ഒന്ന് നിർത്താമോ, കുറച്ചു സമയം ഒന്ന് മിണ്ടാതിരിക്കാമോ എന്ന് ചോദിക്കേ. എന്തു പറ്റിയെന്ന് സുധീഷും ചോദിക്കുക. നോൺ സ്റ്റോപ്പായി ഇങ്ങനെ എങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു സുധീഷ് എന്നവൾ ചോദിക്കേ. ഇയാളല്ലേ കുറച്ചു മുന്നേ ഞാൻ മിണ്ടാതിരിക്കുകയാണെന്ന് പറഞ്ഞത്. ഞാൻ സംസാരിക്കാതിരിക്കുമ്പോ എന്തോ പോലെ ആവുന്നുണ്ടെന്ന് വരെ പറഞ്ഞു എന്നവൻ ചോദിക്കേ. ഇയാൾ സംസാരിക്കാതിരിക്കുന്നത് തന്നെയാ നല്ലത്. നിർത്താതെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക, കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരുന്നൂടെ എന്ന് ചോദിക്കേ. നന്നായിട്ടുണ്ട്, ഇയാൾ പറഞ്ഞത് നന്നായിട്ടുണ്ട്. മിണ്ടാതിരുന്നപ്പോ എന്നെ ചോദ്യം ചെയ്തു, സംസാരിച്ചു തുടങ്ങിയപ്പോ സംസാരിക്കാതെ ഒന്ന് മിണ്ടാതിരുന്നുകൂടെ എന്ന്. വല്ലാത്തൊരു കഷ്ടം തന്നെ. ഞാൻ ഇനിയൊന്നും സംസാരിക്കുന്നില്ല, മിണ്ടാതിരുന്നോളാം എന്ന് പറഞ്ഞ് സുധീഷ് വണ്ടി ഓടിച്ചോണ്ട് പോവുക. അങ്ങനെ നിധി ഇന്റർവ്യൂവിന് വിളിച്ച കമ്പനിയിലേക്ക് എത്തുകയാണ്. അവൾ മാനേജറുടെ റൂമിലേക്ക് എത്തുമ്പോഴേക്കും നിധിയല്ലേ എന്ന് അയാളും ചോദിക്കുക. അയ്യോ സാർ എന്ന് അവൾ പറയേ. അയ്യോ സാർ എന്നൊന്നും വിളിക്കണ്ട, എനിക്ക് അത്ര പ്രായമായിട്ടൊന്നുമില്ലെന്ന് അദ്ദേഹം പറയേ. നിധിയും എന്തു പറയണമെന്നറിയാതെ ടെൻഷനോടെ ഇരിപ്പാ. അവളുടെ ആ വെപ്രാളമെല്ലാം കണ്ട് എന്തിനാ ഇത്ര ടെൻഷൻ ആവുന്നേ, ഫ്രീ ആയിട്ടിരിക്കുക, ജസ്റ്റ് റിലാക്സ്. എന്നെ കണ്ട പേടി തോന്നുമെന്ന് അയാളും ചോദിക്കുക. അങ്ങനെയൊന്നുമില്ലെന്ന് അവൾ പറയുമ്പോഴേക്കും അദ്ദേഹം അവളുടെ ഫയൽ വാങ്ങി നോക്കുക. ഓ, ഗോൾഡ് മെഡലൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ, ദാറ്റ്സ് നൈസ് എന്നയാൾ പറയുന്നത് കേൾക്കെ നിധിക്കും സന്തോഷമാവുകയാ. ഓ, ഇത് ഇയാളുടെ ആദ്യത്തെ ജോബാണല്ലേ എന്നയാൾ ചോദിക്കേ. അതെ എന്ന് നിധി. ഞാനും എന്റെ ഒരു ഫ്രണ്ടും ചേർന്ന ഈ കമ്പനി നടത്തുന്നത്. ഇവിടെ അങ്ങനെ സാധാരണ ഓഫീസിലുള്ളത് പോലുള്ള റൂൾസ് ഒന്നുമില്ല. വി ബ്രിങ് പ്രോജക്ട്സ് വർക്ക് ടുഗദർ ഗോ ടുഗദർ, അത്രയേ ഉള്ളൂ, ജസ്റ്റ് സിമ്പിൾ എന്ന് പറഞ്ഞ് അവളുടെ ഫയൽ തിരികെ നൽകുകയാണ്. സോ ഇത് നിധിയുടെ ആദ്യത്തെ ജോബാണ്. നിറയെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ടാവും. അതെല്ലാം നേടാൻ ഇത് പറ്റിയൊരു സ്ഥലമാണ്. നിധി ഇവിടെ സന്തോഷത്തോടു കൂടി ജോലി ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വെൽക്കം ടു അവർ കമ്പനി എന്ന് പറഞ്ഞ് അദ്ദേഹം ഷേക്ക് ഹാൻഡ് നൽകുകയാണ്. നിധിയും അമ്പരപ്പോടെ ഇത്രയേ ഉള്ളൂ, എനിക്ക് ജോലി കിട്ടിയോ എന്ന് ചോദിക്കേ. ഇത്രയേ ഉള്ളൂ, വേറെന്താ വിചാരിച്ചേ എന്ന് അയാളും ചോദിക്കേ. അല്ല, ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചില്ലല്ലോ എന്ന് നിധിയും. നിധി ഫ്രഷ് അപ്പോയിന്റ്മെന്റ് അല്ലേ, എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കാനാ? ഇയാളെ പോലെ യങ് ടാലൻസിനെയാണ് ഞങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ഇയാളെ കണ്ടാൽ തന്നെ അറിയാം. ഇതിനപ്പുറം എന്തു നോക്കാനാ? യു ആർ സെലക്ടഡ് എന്ന് അദ്ദേഹം പറയുന്നത് കേൾക്കെ നിധിക്കും സന്തോഷമാവുകയാ. പിന്നെ ശമ്പളം കുറച്ച് കുറവായിരിക്കും, പിന്നെ ഇയാൾ ഫ്രഷുമാണല്ലോ. ബേസിക്കലി ഫ്രഷേഴ്സിനെ 25,000 തൊട്ടാ സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ ശമ്പളം ഉടനെ തന്നെ കൂട്ടിത്തരുന്നതാണ്. ജോയിനിങ് ചെയ്യേണ്ട ഡേറ്റും ബാക്കി ഡീറ്റെയിൽസും എല്ലാം ഇയാൾക്ക് മെയിൽ അയക്കും. പ്ലീസ് വെയിറ്റ് ഫോർ ദ മെയിൽ
എന്നയാൾ പറയേ നിധിയും സന്തോഷത്തോടെ താങ്ക് യു പറഞ്ഞ് എഴുന്നേറ്റ് പോവുകയാ. നിധി സന്തോഷത്തോടെ കാറിനടുത്തേക്ക് ഓടിച്ചെല്ലുമ്പോഴേക്കും സുധീഷ് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഉറക്കമായിരുന്നു. അവൾ സുധീഷിനെ ഉണർത്താതെ കാറിനകത്തേക്ക് കയറി തന്റെ സീറ്റിലിരുന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കുമ്പോഴേക്കും കണ്ണു തുറന്ന സുധീഷും ഇയാൾ എത്തിയോ, ഇന്റർവ്യൂ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ എന്ന് ചോദിക്കുകയോ. നിധി എപ്പോഴും കാറിന് മുന്നിൽ വെച്ച ആ ഗണപതി വിഗ്രഹത്തിൽ കണ്ണടച്ച് കൈകൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്താ ഇയാള് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നേ? അപ്പോ ഈ ഇന്റർവ്യൂ മൂഞ്ചിയോ എന്നവൻ ചോദിക്കേ നിധിയും ആംഗ്യത്തിലൂടെ മിണ്ടരുതെന്ന് അവനോട് ആംഗ്യം കാണിച്ച് വീണ്ടും കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാ. വീണ്ടും അവൾ തന്നെ കുറച്ചു മുമ്പേ ജോബിനെടുത്തു എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത് സന്തോഷത്തോടെ കണ്ണു നിറഞ്ഞ് സുധീഷിനെ നോക്കുമ്പോഴേക്കും എന്താ നിധി, എന്തു പറ്റി? ഇവിടെയും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പോയി ചോദിക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും എനിക്ക് ജോലി കിട്ടിയെന്ന് അവൾ സന്തോഷത്തോടെ കണ്ണു നിറഞ്ഞുകൊണ്ട് പറയുകയാണ്. സുധീഷും സന്തോഷത്തോടു കൂടി സത്യമാണോ എന്ന് ചോദിക്കേ അതെ സുധീഷെ, എനിക്ക് ജോലി കിട്ടിയെന്ന് നിധിയും. അതുകൾക്ക് അവനും സന്തോഷത്തോടുകൂടി കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞ് അവൾക്ക് ഷെയ്ക്ക് ഹാൻഡ് നൽകിയ. അവളും സന്തോഷത്തോടെ താങ്ക് യു പറഞ്ഞ് എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നു എന്ന് പറയുന്നതുകൾക്ക് എന്താ നിധി ഇത്, ഗോൾഡ് മെഡലെല്ലാം വാങ്ങിയിട്ടുള്ളതല്ലേ, ഇയാൾക്ക് ജോലി കിട്ടിയത് ഇയാൾക്ക് തന്നെ വിശ്വസിക്കാനാവുന്നില്ലേ എന്ന് ചോദിക്കുക. അതല്ല സുധീഷെ, ഇത്ര പെട്ടെന്ന് ജോലി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. ഞാൻ അറ്റൻഡ് ചെയ്യുന്ന രണ്ടാമത്തെ ഇന്റർവ്യൂ ഇത്, അപ്പോൾ തന്നെ ജോലിയും കിട്ടി എന്നവൾ പറയേ കൂട്ടുവന്നത് ആരാണെന്ന് നോക്കിക്കേ എന്ന് സുധീഷും അഭിമാനത്തോടെ പറഞ്ഞ് എപ്പോഴാ ജോയിൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുക. അതവർ മെയിൽ അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് നിധി പറയേ എപ്പോഴും 2-3 റൗണ്ട് ഇന്റർവ്യൂ ഉണ്ടെന്നല്ലേ പറയാറ്, ഇവിടെ ഒറ്റ റൗണ്ടിൽ തന്നെ ഇന്റർവ്യൂ കഴിഞ്ഞു എന്ന് സുധീഷ് ചോദിക്കും. ഇതൊരു ചെറിയ കമ്പനിയാ, അപ്പോ ഒരു ഇന്റർവ്യൂവേ ഉള്ളൂ, അത് ക്ലിയർ ചെയ്താൽ തന്നെ ജോലി കിട്ടും എന്നവൾ പറയുന്നത് കേൾക്കെ സന്തോഷത്തോടെ സൂപ്പർ, എത്ര ശമ്പളമുണ്ടെന്ന് ചോദിക്കേ 20,000 എന്ന് നിധി. അത് കേൾക്കെ സംശയത്തോടെ എത്രയാ പറഞ്ഞത്, ഡെയിലി 20,000 എന്നാണോ എന്ന് സുധീഷും. എന്താ അങ്ങനെ ചോദിക്കുന്നതെന്ന് നിധി ചോദിക്കേ അതല്ല, ഇയാളൊരു ആർക്കിടെക്റ്റ് അല്ലേ, ഗോൾഡ് മെഡലെല്ലാം വാങ്ങിയ ആളല്ലേ, ഞാൻ വിചാരിച്ചത് ഇയാൾക്കൊരു 1 ലക്ഷമോ 2 ലക്ഷമോ ഒക്കെ ശമ്പളം ഉണ്ടാവുമെന്നാ എന്നവൻ ചോദിക്കേ ഫ്രഷേഴ്സിന് എങ്ങനെയാ അങ്ങനെ ശമ്പളം കൊടുക്കുക, ഇത് ആദ്യത്തെ ജോലിയല്ലേ, സാലറി ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ എന്ന് നിധിയും. അല്ല ഇയാള് പഠിക്കാൻ എത്ര ക്യാഷ് ചിലവാക്കിയെന്ന് സുധീഷ് ചോദിക്കേ എന്താ അങ്ങനെ ചോദിച്ചത് എന്ന് നിധിയും. അല്ല എല്ലാം കൂടി ചേർത്ത് ഒരു 10 ലക്ഷമൊക്കെ ചിലവാക്കിയിട്ടുണ്ടാവില്ലേ എന്ന് സുധീഷ് വീണ്ടും ചോദിക്കേ അതൊക്കെ ഇപ്പൊ എന്തിനാ അന്വേഷിക്കുന്നത് എന്നവൾ വീണ്ടും ചോദിക്കേ 10 ലക്ഷത്തിന്റെ മൂല്യം എന്താ, 20,000ന്റെ മൂല്യം എന്നവനും ചോദിക്കുന്നുണ്ട്. ഏത് കമ്പനിയിൽ പോയാലും ഫ്രഷേഴ്സിന് അത്രയേ കിട്ടും എന്നവൾ പറയേ ഞാനും ഇതിനേക്കാളും സമ്പാദിക്കുന്നുണ്ട്, നമുക്കിടയിൽ അങ്ങനെ വല്ല ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ഉണ്ടാവുമോന്നാ എന്ന് സുധീഷ് ചിരിയോടെ പറയേ. നമുക്കിടയിൽ എന്തുണ്ടാവാനാ എന്ന് നിധിയും സംശയത്തോടെ ചോദിക്കുകയാ. അതല്ല ഞാനൊരു ഡ്രൈവർ അല്ലേ, ഞാൻ നിധിയേക്കാളും ഡബിളായി സമ്പാദിക്കുന്നു, ഇയാളാണെങ്കിൽ വെറും 20,000 രൂപയ്ക്ക് വേണ്ടി കണ്ണെല്ലാം നിറച്ച് പ്രാർത്ഥിച്ച് എന്നൊക്കെ സുധീഷ് പറയുന്നത് കേൾക്കെ നിധിക്കും ആകെ ടെൻഷൻ ആവുകയാണ്. അവളൊന്നും മിണ്ടാതെ ടെൻഷനോടെ ഇരിക്കുന്നത് കാണേ സുധീഷും അയ്യോ നിധി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, ഇയാളുടെ എഡ്യൂക്കേഷനും സ്റ്റാറ്റസിനും വെച്ച് ഇതിനേക്കാൾ നല്ല സാലറിയുള്ള ജോബ് കിട്ടേണ്ടതല്ല, അതാലോചിച്ചപ്പോ ചോദിച്ചു പോയതാ, ഇയാൾ ടെൻഷൻ ആവാതെ എന്ന് സുധീഷ് പറയാം. ഇത് തുടക്കത്തിലെ സാലറിയാ, കമ്പനിയും ഒരു ചെറിയ കമ്പനിയാ, കമ്പനി വലുതായ എന്റെ സാലറിയും കൂടും, ഞാൻ നല്ല രീതിയിൽ ജോലി ചെയ്താലും എനിക്ക് സാലറി കൂട്ടിത്തരും എന്നൊക്കെ ഇവളും ദേഷ്യത്തോടെ പറയേ. ശരി ശരി, ഇയാൾക്ക് നല്ല ശമ്പളം കിട്ടിയാ അത് സന്തോഷം തന്നെയല്ലേ, നമുക്ക് പോയാലോ എന്ന് ചോദിച്ച് സുധീഷും വണ്ടി എടുക്കുകയാ. പിന്നീട് യാത്രക്കിടയിലും നിധി ഒന്നും മിണ്ടാതെ ടെൻഷനോടെ തന്നെ ഇരിക്കണ കാണാൻ സുധീഷും അവളോടായി പറയുന്നുണ്ട്, നമുക്ക് ഇത്രയധികം പഠിക്കാതെ വല്ല ബിസിനസ്സും തുടങ്ങിയ മതിയായിരുന്നു, ലോണൊക്കെ എടുത്ത് പഠിക്കുന്ന സമയത്ത് അതേ ലോണിന് 4-5 വണ്ടി എടുത്തിരുന്നെങ്കിൽ എളുപ്പത്തിൽ ക്യാഷ് ഉണ്ടാക്കി ആ ലോൺ അടച്ചു തീർത്ത് ആ വണ്ടി നമ്മുടെ സ്വന്തമാക്കാമായിരുന്നു. ഇന്ന് അവൻ പറയുന്നത് കേൾക്ക് ദേഷ്യത്തോടെ ഒന്നും മിണ്ടാതിരിക്കാമോ, പഠിച്ചിറങ്ങിയ എല്ലാവരും ഇങ്ങനെ കുറഞ്ഞ സാലറിയിൽ തന്നെ ജോബിൽ കയറുക, അടുത്ത 2 years കൊണ്ട് എനിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും, നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന ആ സാലറി തന്നെ എനിക്കപ്പോ കിട്ടും എന്നൊക്കെ അവൾ ദേഷ്യത്തോടെ പറയുന്നത് കേൾക്ക് നല്ല ദേഷ്യത്തിലാണല്ലോ, റൂട്ട് മാറ്റി സംസാരിക്കുന്നതാ നല്ലത് എന്ന് പറഞ്ഞ് അവളോടായി. നിധി എന്തായാലും സൂപ്പർ തന്നെയാ, എത്ര പെട്ടെന്ന് ഒരു ജോലി കിട്ടിയത്, നിധി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത 2ാമത്തെ കമ്പനിയല്ലേ ഇത്, ഇത്ര പെട്ടെന്ന് ജോലി കിട്ടിയത് വലിയ കാര്യം തന്നെയാ, അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞവൻ വീണ്ടും ഷെയ്ക്ക് ഹാൻഡിന് കൈനീട്ടുമ്പോഴേക്കും ദയവ് ചെയ്ത് ഒന്ന് നിർത്തോ, ഒന്ന് മിണ്ടാതിരിക്കെ എന്ന് പറഞ്ഞ് അവളും ദേഷ്യത്തോടെ തന്നെ ഇരിക്കുകയാണ്. അവിടെ മെക്കാനിക്കൽ ഷോപ്പിൽ ജോലിയിലായിരുന്നു ഹരീഷ്. അപ്പോഴാണ് നീതു അങ്ങോട്ട് വരുന്നത് കാണുന്നത്. അവളേക്കാണെ പരിഭ്രമത്തോടെ സുധീഷും ഒരു വണ്ടി സർവീസിന് എടുക്കാൻ പറഞ്ഞിരുന്നു, ഞാനത് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോവാൻ തുടങ്ങുമ്പോഴേക്കും ആ വണ്ടിയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടെന്ന് ടിറ്റോയും പറയുന്നുണ്ട്. എന്നാ പിന്നെ ഞാനൊരു ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഹരീഷ് പോവാൻ തുടങ്ങുമ്പോഴേക്കും ഈ ചായക്ക് ടൈമായിട്ടില്ലെന്ന് ടിറ്റോ. ചായക്കൊക്കെ അങ്ങനെ സമയമുണ്ടോ, നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ കുടിക്കാലോ, പോയി കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഹരീഷ് പോവാൻ തുടങ്ങുമ്പോഴേക്കും നീതുവും അങ്ങോട്ട് വന്നെത്തിയിരുന്നു. അവളെ കണ്ട് ഹരീഷ് പെട്ടെന്ന് പോവാൻ തുടങ്ങുമ്പോഴേക്കും ഹരീഷ് ഏട്ടാ ഇതാണോ എസ്കേപ്പ് ആവാൻ കാരണം, ഇപ്പൊ എന്തിനാ പേടിച്ചോടുന്നത്, പോയി അവളോട് സംസാരിക്കും, അല്ലെങ്കിൽ അവളിപ്പോ ടോർച്ചർ ചെയ്ത് എന്നെ കൊല്ലുമെന്ന് അവൻ പറയുമ്പോഴേക്കും ഞാനെന്തിനു പേടിക്കണം, വരട്ടെ സംസാരിക്കാം
എന്ന് പറഞ്ഞ് അവൻ വീണ്ടും തന്റെ ജോലിയിലേക്ക് തിരിയുകയാ. അപ്പോഴേക്കും അങ്ങോട്ടെത്തുന്ന നീതുവും അവന്റെ അരികിലേക്ക് ചെന്ന് ഒരു ചെയറിട്ടിരുന്ന് തന്റെ ബാഗിൽ നിന്ന് ഒരു മുറുക്കു പാക്കറ്റ് എടുത്ത് ഹരീഷിന്റെ കൺമുന്നിലൂടെ വീശിക്കൊണ്ടുവന്ന് ടിറ്റോയ്ക്ക് കൊടുത്ത് ഒരെണ്ണം അവനോട് എടുക്കാനായി പറയുമ്പോഴേക്കും അവനും ഒരെണ്ണം എടുക്കുകയാ. പിന്നീട് അവൾ ഹരീഷിന്റെ അടുത്തേക്ക് വന്ന് ഒരെണ്ണം എടുത്ത് കഴിക്കെന്ന് പറയുന്നുണ്ടെങ്കിൽ അവനത് മൈൻഡ് ചെയ്യാതെ ജോലി തുടർന്നുകൊണ്ടിരിക്കുക. നീ എന്താ എന്റെ കോൾ എടുക്കാത്തെന്ന് നീതു ചോദിക്കേ. എപ്പോ വിളിച്ചാലും ദേഷ്യപ്പെട്ട് സംസാരിക്കും. പിന്നെ ഞാൻ എന്തിനു ഫോൺ എടുക്കാമെന്ന് ഹരീഷും. നീ ഫോൺ എടുക്കാത്തത് കൊണ്ടല്ലേ എനിക്ക് ദേഷ്യം വരുന്നതെന്ന് നീതു. ഫോൺ എടുത്താൽ ദേഷ്യപ്പെടുമ്പോ ഞാൻ എങ്ങനെ ഫോൺ എടുക്കുമെന്ന് ഹരീഷ്. നീ ഫോൺ എടുക്കാത്തത് കൊണ്ടല്ലേ ഞാൻ ദേഷ്യപ്പെടുന്നത് എന്ന് നീതു. എല്ലാം കേട്ടു നിൽക്കായിരുന്ന ടിറ്റോയും ഹരീഷേട്ടൻ ഫോൺ എടുക്കാത്തത് കൊണ്ട് നീതുവിന് ദേഷ്യം വരുന്നു. ഇത് ദേഷ്യപ്പെടുന്നത് കൊണ്ട് ഹരീഷേട്ടൻ കോൾ എടുക്കുന്നുമില്ല. ഈ പ്രശ്നങ്ങൾക്കൊരു തീരുമാനമുണ്ടാക്കാദ്യം എന്ന് പറയുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞാലല്ലേ അറിയൂ. അതെന്നോട് പറയണോ വേണ്ടയോ എന്ന് നീതു ചോദിക്കേ. ആ രാത്രി സുധീഷ് ഏട്ടന് ഒരു പ്രശ്നം വന്ന ടെൻഷനിൽ ഞാൻ ഓടുകയായിരുന്നു. ആ സമയത്ത് ഇയാളെ പറഞ്ഞു മനസ്സിലാക്കാനൊന്നും സമയമില്ലായിരുന്നു എന്ന് ഹരീഷ് പറയേ. ഒരു പ്രശ്നമുണ്ടെന്നെങ്കിലും പറഞ്ഞുകൂടായിരുന്നു എന്ന് നീതു. ഞാൻ എന്താണെന്ന് പറയാൻ വരുമ്പോഴേക്കും എന്താണെന്നോ ഏതാണെന്നോ നോക്കാതെ ഇയാള് ഫോൺ കട്ട് ചെയ്തു. രാവിലെ വിളിച്ചു പറയാം ഇയാൾ ഉറങ്ങുന്ന ഞാൻ പറഞ്ഞതല്ലേ. അത് പറഞ്ഞപ്പോ വീണ്ടും ദേഷ്യപ്പെട്ടു എന്നവൻ പറയേ. ദിവസവും രാത്രി ഹരീഷിനോട് സംസാരിച്ചിട്ടല്ലേ ഞാൻ ഉറങ്ങുന്നത്. ഒരു ദിവസം ഇയാളോട് സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് എന്ത് വിഷമമാകുമെന്ന് അറിയുമോ എന്ന് നീതുവും ചോദിക്കും. കുറെ വർഷം എന്നോട് സംസാരിക്കുന്നത് പോലെയാണല്ലോ ഇയാൾ പറയുന്നത്. ഒരാഴ്ച ആവുന്നതല്ലേ ഉള്ളൂ എന്ന് ഹരീഷ് ചോദിക്കേ. ഒരാഴ്ചയോ രണ്ടാഴ്ചയോ എന്നതൊന്നും കാര്യമല്ല, സംസാരിച്ചിരുന്നില്ല. പെട്ടെന്നൊരു നാൾ സംസാരിക്കാതാവുമ്പോ എനിക്ക് വിഷമമാവി എന്നവളും ചോദിക്കുക. എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കുമോ? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. നീ എന്താ ചെയ്തത്? അതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ദേഷ്യത്തോടെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. ശരി, എന്റെ കയ്യിൽ തന്നെയാ തെറ്റെന്ന് ഞാൻ സമ്മതിക്കുന്നു. എല്ലാം റെഡിയായി കഴിഞ്ഞ് നീ കടയിലേക്ക് വന്നതല്ലേ, ഞാനും നിന്നെ കാണാനായിട്ട് വന്നതല്ലേ, അപ്പോഴെങ്കിലും എന്നോട് സംസാരിക്കാമായിരുന്നില്ലേ എന്ന് നീതുവും ചോദിക്കും. അതിന് നീ എന്നെ സംസാരിക്കാൻ അനുവദിച്ചെങ്കിലല്ലേ. വന്നപ്പോ മുതൽ ദേഷ്യത്തോടെ സംസാരിക്കുകയല്ലേ എന്നവൻ ചോദിക്കേ. കടയിൽ വരുന്നതിന് മുന്നേ നീ വീട്ടിലെത്തിയതല്ലേ, അപ്പോ തിരികെ എന്നെ വിളിച്ച് ഇതാണ് നടന്നതെല്ലാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കടയിൽ വന്ന് ദേഷ്യപ്പെടുമായിരുന്നു എന്നവളും ചോദിക്കുക. മൊബൈൽ രാത്രി തന്നെ ഓഫായി. വീട്ടിൽ വേറെ ചാർജറുമില്ല. കടയിൽ വന്നിട്ടാ പിന്നെ മൊബൈൽ ഒന്ന് ചാർജ് ചെയ്തു. ഓണായപ്പോ എന്ന് മെസ്സേജ് വായിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും വന്ന് വീണ്ടും ദേഷ്യത്തോടെ ചോദ്യം ചെയ്യുന്നു. എന്നവൻ ചോദിക്കേ. ഞാൻ തന്നെയാ ദേഷ്യപ്പെട്ടത്. അത് മനസ്സിലാക്കി ഒന്ന് സംസാരിക്കാൻ ശ്രമിച്ചുകൂടായിരുന്നോ എന്ന് അവളും ചോദിക്കുക. ഇത് നോക്ക്, ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതൊന്നും എനിക്ക് സെറ്റാവില്ല. എന്നെ വിശ്വസിച്ചെങ്കിൽ ഇപ്പൊ സംസാരിക്കേ, അല്ലെങ്കിൽ ഇറങ്ങി പോവാന്നോ എന്നവൻ പറയുന്നത് കേൾക്കേ. ഞാനെല്ലാം നിർത്തി ഇറങ്ങിപ്പോയാ ഇയാൾക്ക് വിഷമമൊന്നും ആവില്ലേ എന്ന് അവളും ചോദിക്കുക. ഒരു വിഷമവും ഉണ്ടാവില്ല, നല്ല ഫ്രീ ആവും എന്നവൻ പറയുന്നത് കേൾക്ക്. സത്യമാണോ പറയുന്നത് എന്ന് ടെൻഷനോടെ നീതു. സത്യം തന്നെ, ഈ കലബലയൊന്നുമില്ലാതെ ഒന്ന് ഫ്രീ ആയിരിക്കാമല്ലോ എന്നവനും. പിന്നെ ഞാൻ ഇനി പോകുന്നില്ല, നിന്നെ അങ്ങനെ സന്തോഷിക്കാനായി ഞാൻ വിടില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞ് അവൾ ആ നിലത്തേക്ക് അവന്റെ മുന്നിലേക്ക് ഇരിക്കുക. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, ഇറങ്ങിപ്പോയിക്കൂടെ എന്ന് ഹരീഷ് വീണ്ടും ചോദിക്കേ. അങ്ങനെ കേട്ട ഉടനെ എഴുന്നേറ്റ് പോവാൻ ഞാൻ ഹരീഷ് ഒന്നുമല്ലെന്നവളും. അത് കേൾക്കെ അവനും ചിരി കടിച്ചമർത്തുകയാണ്. അത് കാണുന്ന അവളും അയ്യോ ഒന്ന് ചിരിച്ചല്ലോ എന്ന് പറയേ. ഞാനൊന്നും ചിരിച്ചില്ല, ദേഷ്യത്തിൽ തന്നെയാണെന്ന് ഹരീഷും പറയുന്നു. അത് കുഴപ്പമില്ല, നീ ആ ദേഷ്യത്തോടു കൂടി ഇത് കഴിക്കെന്ന് പറഞ്ഞ് അവനൊരു മുറുക്കു നൽകുകയാണ്. അവൾ അത് വാങ്ങി കഴിക്കുമ്പോഴേക്കും അവളും സന്തോഷത്തോടെ അവനെ തന്നെ നോക്കിയിരുന്നു കൊണ്ട് ഇപ്പോ എല്ലാം ഓക്കെ ആയില്ലേ. അന്ന് എന്താ നടന്നതെന്ന് ഇയാളുടെ ഏട്ടത്തി പറഞ്ഞപ്പോഴാ എനിക്ക് മനസ്സിലായത് എന്നവൾ പറയേ. ഓരോ തവണയും സത്യം പറയാനായി ഏട്ടത്തി ഉണ്ടാവുമോ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. ഹരീഷ് പറയാഞ്ഞത് കൊണ്ടല്ലേ അവരത് പറഞ്ഞതെന്ന് നീതു. എല്ലാം കേട്ടു നിൽക്കായിരുന്ന ടിറ്റോയും ഇനി അതും പറഞ്ഞ് വഴക്ക് കൂടണ്ട എന്ന് പറയേ. വഴക്കൊന്നുമില്ല, ഞാൻ ഓക്കെയാ. ആറാണിപ്പോഴും ദേഷ്യത്തിൽ തന്നെ നിൽക്കുന്നത് എന്ന് വെച്ച് എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഞാൻ സംസാരിക്കും എന്ന് പറഞ്ഞവൾ പ്രണയത്തോടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഹരീഷിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ ഇരിപ്പാ. സുധീഷും നിധിയും അപ്പോഴേക്കും സുഭാഷിന്റെ പണി സൈറ്റിലേക്ക് എത്തുകയാ. നിധി സന്തോഷത്തോടെ ആ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടിനകത്തേക്ക് കയറുമ്പോഴേക്കും എന്താ നിധി, സുഭാഷേട്ടൻ വീട്ടിലെത്തിയിട്ട് പറഞ്ഞാ പോരെ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ഇല്ല, ഇപ്പൊ തന്നെ സുഭാഷേട്ടനോട് പറയണം, ഞാൻ ജോലിക്ക് പോകുന്നത് സുഭാഷേട്ടന്റെ വലിയൊരു ആഗ്രഹമാണ്. അവൾ പറയുന്നത് ഇഷ്ടമാവാതെ സുധീഷും എന്തൊക്കെയോ പിറുവിറുക്കുമ്പോഴേക്കും എന്താ പിറുവിറുക്കുന്നതെന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അല്ല, ഏട്ടനും അനിയത്തെയും കൂടിയുള്ള സ്നേഹത്തെക്കുറിച്ച് ഒരു വലിയ പടം എടുക്കണം, അതാ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് സുധീഷ്. പരിഹസിച്ചതാണല്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ അല്ല, കാര്യമായിട്ട് പറഞ്ഞതാണെന്ന് സുധീഷ്. അങ്ങനെ അവർ സുഭാഷിന്റെ അരികിലേക്ക് എത്തുമ്പോഴേക്കും സുഭാഷ് ഏട്ടാന്ന് നിധി സന്തോഷത്തോടെ വിളിക്കുന്നുണ്ട്. പാമോളെ എന്താ ഇവിടെ എന്ന് സുഭാഷ് ചോദിക്കേ. ഇന്ന് ഞാനൊരു കമ്പനിയിൽ ഇന്റർവ്യൂവിന് പോയില്ലേ, ആ ജോലി കിട്ടിയെന്ന് നിധി സന്തോഷത്തോടെ പറയുക. സൂപ്പർ മോളെ, എനിക്കറിയാം നീ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, ഉറപ്പായും നിനക്ക് ജോലി ലഭിക്കുമെന്ന് എനിക്ക് വളരെ സന്തോഷമായെന്ന് സുഭാഷ് പറയാം. എനിക്കും അതെ, അതാ സീറ്റ്സ് ഒക്കെ ആയിട്ട് വന്നതെന്ന് പറഞ്ഞ് നിധി താൻ കൊണ്ടുവന്ന ലഡു സുഭാഷ് ഏട്ടനും ജോലിക്കാർക്കുമായി കൊടുക്കുകയാണ്. എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ് നിധിയും സുഭാഷിനോടായി ചോദിക്കുന്നുണ്ട്,
ഇത്ര നാളായി ഈ വീടിന്റെ പണി തുടങ്ങിയിട്ടെന്ന്. 2 മാസമായി തുടങ്ങിയിട്ട് ഇനി ഒരു 2 മാസം കൊണ്ട് ജോലി തീരുമെന്ന് സുഭാഷ് പറയുമ്പോഴേക്കും ആ വീടാകെയൊന്ന് നോക്കിക്കൊണ്ട് സുഭാഷ് ഏട്ടാ എനിക്കൊരു ഐഡിയ. ഇപ്പോഴത്തെ വീടിനെല്ലാം ഓപ്പൺ കിച്ചണാണ് ഉണ്ടാക്കുന്നത്. വീട്ടിലെ കിച്ചണും ഹാളും കൂടി ചേർത്ത് ഒരു ചെറിയ പാർട്ടീഷൻ നൽകി ഓപ്പൺ കിച്ചണായി വെച്ചാൽ നല്ലതായിരിക്കില്ലേ എന്നപ്പോൾ ചോദിക്കുന്നത് കേൾക്കെ സന്തോഷത്തോടെ നല്ല ഐഡിയ ആണ്. അങ്ങനെയാകുമ്പോ വീടിനകത്തും നല്ല വെളിച്ചമുണ്ടാവും, കാണാനും ഭംഗിയുണ്ടാവും. വീട് കണ്ട ഉടനെ തന്നെ നിധിക്ക് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായില്ല. നിധി പറഞ്ഞ ഐഡിയ സൂപ്പറാണ്, ഞാൻ ഏതായാലും ഓണറോട് സംസാരിക്കാം, അവർക്ക് ഇഷ്ടമാവുമെന്ന് സുഭാഷ് പറയുമ്പോഴേക്കും അവിനാശിനുള്ള ഫുഡുമായി ചാന്ദിനി അങ്ങോട്ട് എത്തുകയാണ്. ഇതെന്ന് സുധീഷ് ചോദിക്കെ ഇതെന്റെ അനിയത്തി ചാന്ദിനി. അവിനാശ് പറയുമ്പോഴേക്കും ചാന്ദിനി എല്ലാവർക്കും നമസ്തേ പറയും. സുധീഷും നമസ്തേ പറഞ്ഞുകൊണ്ട് ഹിന്ദിയിലാണോ സംസാരിക്കാറ്, മലയാളം അറിയില്ലേ എന്ന് ചോദിക്കേ നമ്മൾ സംസാരിക്കുന്നതൊക്കെ മനസ്സിലാവും, പക്ഷേ മലയാളത്തിൽ അങ്ങനെ സംസാരിക്കാനൊന്നും അറിയില്ല. എനിക്ക് ഉച്ചയ്ക്കുള്ള ഫുഡുമായി വന്നതാ എന്ന് പറഞ്ഞ് സുധീഷിനെയും നിധിയെയും എല്ലാം ചാന്ദിനിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാ അവിനാശ്. ചാന്ദിനി ഇത് സുഭാഷ് ഏട്ടന്റെ ബ്രദർ സുധീഷ്, സുധീഷിന്റെ വൈഫ് നിധി. അവിനാശ് പരിചയപ്പെടുത്തുമ്പോഴേക്കും ചാന്ദിനിയും അവർക്ക് നമസ്തേ പറയുകയാണ്. നിധിയും തിരിച്ച് നമസ്തേ പറയുമ്പോഴേക്കും സുഭാഷിന്റെ സഹോദരന്റെ വിവാഹം കഴിഞ്ഞു, സുഭാഷിന്റെ വിവാഹം ഇതുവരെ ആയില്ലേ എന്ന് അവൾ ഹിന്ദിയിൽ ചോദിക്കുന്നുണ്ട്. അവൾ എന്താണ് ചോദിച്ചതെന്ന് അവിനാശ് അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് പെണ്ണിനെ നോക്കുന്നുണ്ട്. ഉടനെ വിവാഹം ശരിയാവുമെന്ന് അവിനാശും അവളോട് പറയുകയാണ്. ഇത്രയുമാണ് ഈ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.